Today we are going to make some traditional dish. എൻ്റെ ഉമ്മ പണ്ട് ഉണ്ടാക്കി പറഞ്ഞു തന്ന വൈറ്റ് ഉണ്ണിയപ്പമാണ്. വൈറ്റ് ഉണ്ണിയപ്പം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? അതുകൊണ്ട് ഞാനും കുറച്ച് ട്രഡീഷണൽ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ടത് സവോള, പച്ചമുളക്, അരിമാവ്, പിന്നെന്ത് വരുന്നു, വെളുത്തുള്ളി, ഉപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ മുട്ടയും വേണം. മുട്ട മേടിക്കാൻ ഷാപ്പ് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും നമുക്ക് സവോള ആയിരിക്കും ഗൈസ്. ഞാൻ ഉമ്മാടെ നൈറ്റാണ് ആക്ച്വലി ഇട്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ വീട്ടിൽ വരുമ്പം ഈ നൈറ്റ് ഇടാനാണ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര കംഫേർട്ടാണ് അല്ലേ. അങ്ങനെ നമ്മൾ സവാള കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ടൈം കാണിക്കട്ടെ ചുമ്മാ. അങ്ങനെ സവാള അരിഞ്ഞതിന് ശേഷം ഞാൻ വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷാവറിന് ഇനിയും നീ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൈ മുറിക്കാൻ നിൽക്കണ്ട, ഞാൻ അരിഞ്ഞോളാം, നീ മാറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാറിക്കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അരിഞ്ഞ വെളുത്തുള്ളിയൊക്കെ ഈ അരിഞ്ഞ സവാളയുടെയും പച്ചമുളകുടെയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ. ഞങ്ങൾ വൈറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ റീസൺ ഷായും ഉമ്മായുമാണ്. ഈ ഉണ്ണിയപ്പച്ചട്ടി ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കാണുന്നില്ല. അങ്ങനെ ഉമ്മ ഇത് ഓർഡർ ചെയ്ത് മേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഉണ്ണിയപ്പച്ചട്ടിയുടെ ലിങ്ക് വേണ്ടവർ ഉണ്ണിയപ്പച്ചട്ടി എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മള് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി വേണ്ടവർക്കിടാം. അത് കഴിഞ്ഞിട്ട് മുട്ട 2 അതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിമാവും ആവശ്യത്തിനൊഴിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അതിലാക്കി എടുക്കുക. അതിനുശേഷം ഉണ്ണിയപ്പച്ചട്ടി ഒഴിച്ച് ചൂടാക്കി വെള്ളവും എണ്ണയും ഒഴിച്ച് നമ്മൾ ഉണ്ണിയപ്പം ചുടുക്കി. ഫൈനലി ദിസ് ഈസ് ദ ഉണ്ണിയപ്പം. സെയിം ടേസ്റ്റ്. പണ്ട് ഉമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ്. ഉമ്മ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കും, ഞങ്ങള് ഉമ്മ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കും, ഞങ്ങൾ രണ്ടുപേരും ഒരു സൈഡിൽ കൂടെ എടുത്തോണ്ട് കഴിച്ചുകൊണ്ട് ഓടും. അങ്ങനെ ഷായും മൂസിനായും ചറപറ ചുടുന്നു, കഴുകുന്നു, പൊരിക്കുന്നു, കഴുകുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. പിന്നെ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത കൈയിട്. ഉണ്ടാക്കി വെച്ച വെള്ള ഉണ്ണിയപ്പം എവിടെ പോയിന്ന് അറിയാൻ വൈകീസ്. എല്ലാവരും ചറപറ കഴിച്ച് തീർന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.